ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷനാണ്. നമ്മൾ പറഞ്ഞു വന്നത് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ദി നാഷണൽ എക്കോണമി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഗവൺമെൻറ് പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് വഹിക്കുന്നത്. അതായത് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ആൻഡ് തേർഡ് വൺ ജുഡീഷ്യറി ഫങ്ഷൻ. അതായത് ഒരു എക്കണോമിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില നിയമനിർമ്മാണങ്ങളാണ് ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള എക്കണോമിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് നിയമിച്ചിരിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്ത് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫങ്ഷൻ ആയിട്ടുള്ള ജുഡീഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യൽ ഫങ്ഷൻ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് ഫൈനാൻസ് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ പബ്ലിക് ഫൈനാൻസ് പഠിക്കുമ്പോൾ മസ്ഗ്രേവ് എന്ന് പറഞ്ഞൊരു പേഴ്സണെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പബ്ലിക് ഫൈനാൻസിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പബ്ലിക് ഫൈനാൻസിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരാളാണ് ആര്, മസ്ഗ്രേവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള തിയറി ഓഫ് പബ്ലിക് ഫൈനാൻസിലെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് സിലബസിൽ ഇവിടെ പഠിക്കാനുള്ളത്. മറ്റേ ആദ്യത്തേത് പൊതുവായിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെത്. എന്നാൽ പബ്ലിക് ഫൈനാൻസിൽ മസ്ഗ്രേവ് പറയുന്ന 3 ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷനാണ് അലോക്കേഷൻ ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, തേർഡ് വൺ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഇതുകളാണ്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ നോക്കാം. അലോക്കേഷൻ ഫംഗ്ഷൻ. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നും നമ്മളതിനെ പറയും. അപ്പോൾ അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിച്ച് നൽകാൻ ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കഴിയില്ല, ഓർ ഫേമുകൾക്ക് സാധിക്കുന്നില്ല. അതായത് എല്ലാ ആളുകളും കൺസ്യൂം ചെയ്യുന്ന പബ്ലിക് ഗുഡുകളെ ആളുകളിലേക്ക് മുഴുവനായിട്ട് എത്തിക്കാൻ ഈ പ്രൈവറ്റ് ഫേംസുകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ എന്ത് ഉണ്ടാവുന്നു, മാർക്കറ്റ് ഫെയിലിയർ എന്ന പ്രോബ്ലം ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡും സപ്ലൈയോ മിസ്മാച്ച് ആവുന്ന ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫേമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രൈവറ്റ് ഗുഡ്സ് ആയിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പ്രൈവറ്റ് ഫേമുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇടപെടേണ്ടി വരികയാണ്. പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് എന്ന് ഗവൺമെൻറ് ഇടപെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതുവഴി എല്ലാ ആളുകളിലേക്കും കമ്മോഡിറ്റീസ് എത്തിക്കാനും സാധിക്കും. എക്സാമ്പിളായിട്ട് ഫുഡ് എത്തിക്കുക, എഡ്യൂക്കേഷൻ എത്തിക്കുക, റോഡ് ഫെസിലിറ്റീസ് എത്തിക്കുക, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഗവൺമെൻറ് ഇൻ്റർവെൻഷന് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എല്ലാ ആളുകളിലേക്കും പബ്ലിക് ഗുഡ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്ത് ചെയ്യണം, അത്യാവശ്യത്തിനുള്ള ഫണ്ട് വേണം. ആ ഫണ്ട് ഗവൺമെൻറ് കണ്ടെത്തുന്നത് ടാക്സിലൂടെയാണ്. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുകയും പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുകയും എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഫങ്ഷനായിട്ടുള്ള അലോക്കേഷൻ ഫങ്ഷനിൽ പറഞ്ഞത്. അതായത് the government through the imposition of tax can easily solve the problem of refusal of voluntary payment in the case of public goods. So allocation of resource എന്ന് പറയുന്നത് and government provision of public goods. അപ്പം മസ്ഗ്രേവ് പറയുന്ന സെക്കൻഡത്തെ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഇൻകം ഓർ വെൽത്തിൻ്റെ ഒരു
റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ പറയുന്നത് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് എക്കണോമിക് റിസോഴ്സ് എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം എങ്ങനെയാണ് ആളുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാ, വേജ്, റെൻറ്റ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിന്യൂമറേഷൻ ആയിട്ടുള്ള വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നെങ്കിൽ അവരെന്ത് ചെയ്യും, മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് ലേബേഴ്സ് അവരുടെ കൂലി സ്വീകരിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റിന് ഇക്വലൻ്റ് ആയിട്ട് ആയിരിക്കും എന്ത് അന്ന് കൂലി കൊടുക്കുക. എന്നാൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റിനേക്കാൾ കുറഞ്ഞ വാല്യൂ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആളുകൾക്കിടയിൽ ഈ പറയുന്ന ഇൻകം, വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഉള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഇടപെടേണ്ട രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് റോൾ വളരെ ക്രിട്ടിക്കലാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകവും വെൽത്തൊക്കെ ജനങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് കോമ്പിനേഷൻ വെച്ചിട്ടാണ്, ടാക്സ് അതേപോലെ സബ്സിഡി. അപ്പോൾ പുവറായിട്ടുള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും, വളരെ കുറച്ച് ടാക്സ് മാത്രമേ പിരിക്കുള്ളൂ. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ സബ്സിഡി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അവരിലേക്ക് എന്ത് ചെയ്യും, അതുവഴി ഇൻകം എത്തുന്നത്. അതുപോലെ പണക്കാരായിട്ടുള്ള ആളുകൾക്ക് മുകളിൽ എന്ത് ചെയ്യും, ടാക്സ് കൂടുതലായിട്ട് ചുമത്തും. അവരുടെ ഇൻകം ഉപയോഗിച്ചിട്ടാണല്ലോ പാവപ്പെട്ട ആളുകൾക്കിടയിൽ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, രണ്ട് ടീമിനെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ടുള്ള എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് മസ്ഗ്രേവ് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ തേർഡത്തെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, അതായത് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഇവിടെ അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ളതും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലോക്കേഷൻ ഫംഗ്ഷനും ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും നോക്കി മൂന്നാമത്തെ ഫംഗ്ഷനാണ് എന്ത് മാക്രോ എക്കണോമിക് വേരിയബിൾസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻകം സ്റ്റെബിലിറ്റി എക്സെട്ര. ഇവ എങ്ങനെയാണ് പരമാവധി സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് മാക്രോ എക്കണോമിക് ഗോൾസുകളെ അച്ചീവ് ചെയ്യുന്നതിൽ വളരെ വളരെ വലിയ റോള് തന്നെ ഉണ്ട്. അപ്പോൾ കൃത്യമായ പോളിസി ഫോളോ ചെയ്തിട്ട് ഗവൺമെൻറ് ഒരിക്കലും മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് ഫിസ്ക്കൽ മോണിറ്ററി പോളിസികൾ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, എക്കണോമിയിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്കണോമി വലിയ രീതിക്കുള്ള ഡിപ്രഷനിലേക്ക് റിസഷനിലേക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ അത് തടയുകയും എക്കണോമിയിൽ ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷന് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മസ്ഗ്രേവ് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പൊതുവെ പറയപ്പെടുന്ന മൂന്ന് ഫങ്ഷൻസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫംഗ്ഷന്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷന്, ജുഡീഷ്യറി ഫംഗ്ഷനെ ഒന്ന് മെൻഷൻ ചെയ്യാം. ദെൻ നമ്മൾ മസ്ഗ്രേവ് പറഞ്ഞിട്ടുള്ള മൂന്ന് ഫങ്ഷൻസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെബിലൈസേഷൻ, അലോക്കേഷൻ ഫംഗ്ഷനൊക്കെ മെൻഷൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.